ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു ജോലിയാണ്. കാരണം മനുഷ്യനെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ, തകർന്ന ജീവിതങ്ങളെ പണിയുവാൻ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ, കെട്ടുപോയ മനുഷ്യരെ വീണ്ടും മെനയുവാനൊക്കെ ഉതകുന്ന ലോകത്തിലെ ഏക സന്ദേശം സുവിശേഷമാണ്. അതുകൊണ്ട് അത് പ്രസംഗിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്കിവിടെ കടന്നു വരുവാനും ദൈവത്തിൻ്റെ വചനം ഈ നിലയിൽ പറയുവാനും അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. അതിന് മുഖാന്തരം ഉണ്ടാക്കിയ ഈ സ്ഥലത്തെ ദൈവജനത്തോട് കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഖവുരയിൽ ഞാൻ പറഞ്ഞു, സുവിശേഷ സന്ദേശവും ലോകത്തിലെ മറ്റെല്ലാ സന്ദേശങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, മറ്റെല്ലാ പ്രസംഗങ്ങളും മനുഷ്യൻ്റെ ആശയം പറയുന്ന പ്രസംഗങ്ങളാണ്. രാഷ്ട്രീയ പ്രസംഗമാണെങ്കിലും മതപ്രസംഗമാണെങ്കിലും ഒക്കെ മനുഷ്യരുടെ ആശയങ്ങളാണ് അതിലെല്ലാം പറയുന്നത്. എന്നാൽ സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രത്യേകത, മനുഷ്യൻ്റെ യാതൊരാശയവുമല്ല, ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്, വേദപുസ്തകത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് വിളിച്ചു പറയുകയാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ജോലി. ഇന്ന് രാത്രി അത് തന്നെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ ഇത് ക്രിസ്തുമസ് സീസണാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ലോകമെങ്ങുമുള്ള മനുഷ്യർ ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ഓർക്കുന്ന, അതിനെക്കുറിച്ച് പാടുന്ന, അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ദിവസങ്ങളാണ്. കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ ജനനം വളരെ പ്രധാനമാണ് എന്നുള്ളത് ശരിയാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടായില്ല. ജനനം പ്രധാനമാണ്, പക്ഷേ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടായില്ല. ആ ജനനം കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം സാധിച്ചത് യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടാണ്. ക്രിസ്തു ജനിച്ച് ഈ ലോകത്തിൽ നല്ലവനായി ജീവിച്ച് മറ്റ് മനുഷ്യരൊക്കെ സൗഖ്യമാക്കി ഗുണകരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന പോലെ മരിച്ചു പോയിരുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ലോകത്തിൽ വേറെയും അനേകം നല്ല ആളുകൾ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അവരിൽ ഒരുവരെ പോലെ ആയി പോകുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് വളരെ വലിയ ഒരു പ്രത്യേകത, ലോകത്തിൽ വേറെ ആരുടെയും മരണത്തെക്കുറിച്ച് പറയാൻ സാധിക്കാത്ത, പറയാനില്ലാത്ത ചില പ്രത്യേകതകൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും മറ്റാരെക്കുറിച്ചും പറയാൻ കഴിയാത്ത പ്രത്യേകതകളുണ്ട്, അതെനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ചില പ്രത്യേകതകൾ, ആ മരണത്തിൻ്റെ നിസ്തുല്യത, മറ്റൊരു മരണവുമായി തുലനം ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ ഉന്നതമായിരിക്കുന്ന ഒരു മരണം, വിശേഷപ്പെട്ട ഒരു മരണം, അതിനെക്കുറിച്ചാണ് ചില വാക്കുകൾ ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കാം. ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇതേ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണിത്. എന്ന് പറഞ്ഞാൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയാവുള്ളൂ, വേറെ ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ എന്നല്ല പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം.
മറ്റനേക കാര്യങ്ങൾ അറിയാവുന്ന ഒരു പണ്ഡിതനാണ് പൗലോസ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ വിഷയം വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്ര വലുതാണ് എന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. മറ്റനേക കാര്യങ്ങൾ എനിക്കറിയാമെങ്കിലും ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രാധാന്യം ചിന്തിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ എന്ന വണ്ണം അത്രയ്ക്ക് പ്രധാനമായി ഊന്നി പറയേണ്ട ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ മരണം. നാം ആദ്യം വായിച്ച വാക്യം പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രൂശ് എന്നുള്ളത് ഒരു നിന്ദ്യമായ കാര്യമാണ്. പരിഹാസത്തിൻ്റെ, ശിക്ഷയുടെ ഒരടയാളമാണ് ക്രൂശ്. ക്രൂശ് ഒരു നല്ല കാര്യമായിട്ട് ആരും വിചാരിക്കുന്നില്ല. ഏറ്റവും നീതന്മാരായ കുറ്റവാളികളെ അന്നത്തെ കാലത്ത് കൊല്ലുവാൻ ഉപയോഗിച്ചിരുന്ന വിധമാണ് ക്രൂശ് മരണമെന്ന് പറയുന്നത്. അത് ഒരു നല്ല കാര്യമായി, പ്രശംസിക്കപ്പെടുന്ന കാര്യമായി ആരും വിചാരിക്കുന്നില്ല. ഏറ്റവും ഹീനമായ, നിന്ദ്യമായ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഏറ്റവും ശാപഗ്രസ്തമായ ഒരു കാര്യമാണ് കുരിശെന്ന് പറയുന്നത്. എന്നാൽ ആ ശാപകരമായ മരണം വരിച്ച, ശാപകരമായ കുരിശിൽ മരിച്ച യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാനൊരു കാര്യം പ്രാരംഭമായി വളരെ പ്രാധാന്യത്തോടു കൂടി പറയട്ടെ. അതെന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ മരണമല്ലാതെ വേറെ ആരുടെയും മരണം ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നില്ല. നിങ്ങൾക്കറിയാമോ വേറെ ആരുടെയെങ്കിലും മരണത്തെക്കുറിച്ച് പ്രസംഗങ്ങൾ നടക്കുന്നത്? ലോകത്തിൽ എത്രയോ മഹാന്മാരുണ്ടായിട്ടുണ്ട്. അവർ ജനിച്ചു, ജീവിച്ചു, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യവർഗത്തെ സഹായിച്ചു, അവർ മരിച്ചുപോയി. അവരെക്കുറിച്ച് ഒരു സിമ്പോസിയമോ സെമിനാറോ സംഘടിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, ജീവിതം കൊണ്ട് സാധിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും സെമിനാറിൻ്റെ വിഷയമല്ലാതെ അവരുടെ മരണം ഒരിക്കലും സെമിനാറിൻ്റെ വിഷയമാകയില്ല. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ, നാം ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണല്ലോ മഹാത്മാഗാന്ധി. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ആ സെമിനാറിലെ വിഷയം? അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ച അഹിംസാ സിദ്ധാന്തം, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തരുവാൻ കഴിച്ച ത്യാഗം, അധ്വാനം, അതൊക്കെ ആയിരിക്കും അവിടുത്തെ ചിന്താ വിഷയം. ആ കൂട്ടത്തിൽ ആ നല്ല മനുഷ്യനെ ഒരാൾ വെടിവെച്ച് കൊന്നു, അത് ദുഃഖകരമായി പോയി എന്ന് ഒരുപക്ഷെ നാം പറഞ്ഞേക്കാം. അല്ലാതെ മരണമല്ല അവിടുത്തെ പ്രസംഗ വിഷയം. എന്നാൽ ക്രിസ്തുവിൻ്റെ കാര്യത്തിലോ ലോകമെങ്ങും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കാൾ, ജനനത്തെക്കാൾ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. ഈ ലോകത്തിൽ വേറെ ആരുടെയും മരണം അതുപോലെ പ്രസംഗിക്കപ്പെടുന്നില്ല. ഇത് എത്രയോ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ വേറെ ആരുടെയും മരണം പ്രസംഗിക്കപ്പെടുന്നില്ല, യേശുവിൻ്റെ മരണം മാത്രം. 2, യേശുവിൻ്റെ മരണം പോലെ ഓർമ്മിക്കപ്പെടുന്ന വേറൊരു മരണമില്ല. ക്രൈസ്തവർ യേശുക്രിസ്തുവിൻ്റെ മരണം എല്ലാ ഞായറാഴ്ചയും ഒരുമിച്ച് കൂടി ആ മരണം ഓർക്കുകയും ആ മരണത്തെ ഓർക്കുന്ന കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്യും. ഇനി എല്ലാ ഞായറാഴ്ചയും മാത്രമല്ല, ക്രിസ്തുവിശ്വാസികൾ എല്ലാ ദിവസവും അത് ഓർക്കും. ഞാൻ ഇന്ന് രാവിലെ അത് ഓർത്തു. നിങ്ങളിൽ പലരും വിശ്വാസികളായി നിങ്ങൾ പലരും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ജീവൻ തന്നതിനായി സ്തോത്രമെന്ന് പറഞ്ഞായിരിക്കും നിങ്ങളും സ്തുതിച്ചത്. എല്ലാ ദിവസവും ലോകമെങ്ങും കോടാനുകോടികൾ ആ മരണത്തെ ഓർക്കുകയാണ്. അവരൊറ്റയ്ക്ക് ഓർക്കുന്ന ആ മരണത്തെ സമൂഹമായി കൂടി വന്ന്, അല്ലെങ്കിൽ സഭയായി കൂടി വന്ന് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ചേർന്ന് അതോർക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഓർക്കപ്പെടുന്ന ഒരു മരണം ലോകത്തിൽ വേറെ ഉണ്ടോ? വേറെ ആരുടെയെങ്കിലും മരണം എങ്ങനെ ഓർക്കപ്പെടുന്നുണ്ടോ? മഹാത്മാഗാന്ധിയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി താൻ ജീവൻ വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ മരണത്തെ നാം എന്നാ ഓർക്കുന്നേ? ഗാന്ധി സമാധിയുടെ അന്ന്
മനോരമ പത്രത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു പത്രങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കോളം കാണും, അദ്ദേഹത്തിൻ്റെ ഒരു പടവും കാണും. ഇന്ന് ഗാന്ധി സമാധി, അദ്ദേഹം മരിച്ചിട്ട് കൊല്ലപ്പെട്ടിട്ട് ഇത്ര വർഷമായി. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഓ ഈ ദിവസമാണ് ഗാന്ധിജി മരിച്ചതല്ലേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അല്ലാതെ എല്ലാ ദിവസവും ഇത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗാന്ധിജിയുടെ കാര്യം പോട്ടെ, നമ്മുടെ തന്നെ എത്രയോ പ്രിയപ്പെട്ടവര്, നമ്മുടെ മാതാക്കൾ പിതാക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, സഹോദരങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്, വളരെ അടുപ്പമുള്ളവർ മരിച്ചു പോയിട്ടുണ്ട്. അവര് മരിച്ച് ചില ദിവസങ്ങൾ ചില നാളുകളൊക്കെ നാം അവരെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, അത് ശരിയാ. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ അവരുടെ മരണത്തെ ഓർക്കുകയല്ല. അവർ മരിച്ച ഒരു പ്രത്യേക തീയതി വരുമ്പോൾ, ഓ 50 വർഷം മുമ്പ് 10 വർഷം മുമ്പ് ഇന്നാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത്, എൻ്റെ അമ്മ മരിച്ചത്, എൻ്റെ സഹോദരൻ മരിച്ചത് എന്ന് നാം ചിലപ്പോൾ ഓർക്കും. അല്ലാതെ എല്ലാ ദിവസവും എൻ്റെ അപ്പൻ ഈ ദിവസമാണ് മരിച്ചത് എന്ന് നാം ഓർത്തുകൊണ്ടിരിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഇതുപോലെ ഓർക്കപ്പെടുന്ന വേറൊരു മരണമില്ല. എല്ലാ ദിവസവും ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ യേശുവിൻ്റെ മരണത്തെ ഓർക്കയാൽ ആ മരണത്തെക്കുറിച്ചുള്ള പാട്ടുകൾ, എത്രയധികം പാട്ടുകളാണ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ളത്. നാം കൂടുമ്പോൾ ഞായറാഴ്ച മാത്രമല്ല, മറ്റ് രംഗങ്ങളിൽ, എത്രയോ രംഗങ്ങളിൽ, അത് വീട്ടു പ്രാർത്ഥനയ്ക്കാണെങ്കിലും കൊള്ളാം, മരണ വീടുകളിലാണെങ്കിലും കൊള്ളാം, അല്ല കല്യാണത്തിന് നാം ഒരുമിച്ച് കൂടുമ്പോഴാണെങ്കിലും കൊള്ളാം, ഇതുപോലെയുള്ള കൺവെൻഷനിലാണെങ്കിലും കൊള്ളാം, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഓർപ്പിക്കുന്ന, യേശുക്രിസ്തു ജീവൻ തന്നുവെന്ന് ഓർപ്പിക്കുന്ന എത്രയോ പാട്ടുകളാണ് നാം എപ്പോഴും പാടുന്നത്, എല്ലാ ദിവസവും പാടുന്നത്. അപ്പോൾ ഈ മരണത്തിന് ഏതാണ്ട് പ്രത്യേകതയുണ്ട്. ലോകത്തിൽ വേറെ ആരുടെയും മരണം ഇതുപോലെ പ്രസംഗിക്കപ്പെടുന്നില്ല. മാത്രമല്ല, ലോകത്തിൽ വേറെ ആരുടെയും മരണം ഇതുപോലെ ഓർക്കപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ മരണം എല്ലാ ദിവസവും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. നാം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ ജീവചരിത്രം പ്രധാനമായി 4 സുവിശേഷങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഈ 4 സുവിശേഷങ്ങളിൽ 2 സുവിശേഷങ്ങളിൽ മാത്രമേ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മത്തായി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലൂക്കോസ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മർക്കോസും യോഹന്നാനും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. 4-ൽ 2 സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി പറഞ്ഞിട്ടുണ്ട്, മർക്കോസ് പറഞ്ഞിട്ടുണ്ട്, ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. 2 സുവിശേഷകന്മാർ മാത്രം ജനനത്തിൻ്റെ വിവരണം നൽകുമ്പോൾ 4 സുവിശേഷകന്മാരും മരണത്തിൻ്റെ വിവരണം നൽകുന്നുണ്ട്. തീർന്നില്ല. അവർ മരണത്തിൻ്റെ വിവരണം നൽകുന്നുവെന്ന് മാത്രമല്ല, യേശുവിൻ്റെ ഒടുവിലത്തെ ചില മണിക്കൂറുകൾ, ഒടുവിലത്തെ ചില ദിവസങ്ങൾ പല അധ്യായങ്ങൾ ഉപയോഗിച്ച് വിശദമായി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ സുവിശേഷങ്ങളും ഒന്ന് വായിച്ചു നോക്കുക. യേശുവിൻ്റെ വിസ്താരം, യേശുവിൻ്റെ മരണം, അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്, ക്രൂശിക്കുന്നത്, ഇത്യാദി കാര്യങ്ങൾ 4 സുവിശേഷങ്ങളിലും വിസ്താരമായി വിശദമായി പറഞ്ഞിരിക്കുകയാണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? ഈ മരണത്തിന് എന്തോ വലിയ ഒരു പ്രത്യേകതയുണ്ട്. ഇത്രയധികം വിസ്തരിച്ച് വിശദമായി 4 സുവിശേഷകന്മാരും പറയത്തക്കവണ്ണമുള്ള ഏതോ ഒരു പ്രത്യേകത ഈ മരണത്തിനുണ്ട് എന്നാണ് ഈ 4 സുവിശേഷങ്ങളുടെയും വിവരണം നമ്മെ ഓർപ്പിക്കുന്നത്. അടുത്തതായി ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, ഈ ലോകത്തിൽ നാം എല്ലാവരും ജനിച്ചത്, സകല മനുഷ്യരും ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാണ്. എത്ര നാൾ ജീവിക്കാൻ ഒക്കുമോ അത്രയും നാൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ രോഗം വരുമ്പോൾ ഉടനെ ആശുപത്രി പോവും. ഇനി ഈ ആശുപത്രി പറ്റിയില്ലെങ്കിൽ വേറെ ആശുപത്രി പോവും. അതും പറ്റിയില്ലെങ്കിൽ പണമുള്ളവരാണെങ്കിൽ അമേരിക്കയിലോ അതുപോലെയുള്ള രാജ്യങ്ങളിലോ വിദഗ്ധ ചികിത്സയ്ക്കായി പോകും. എന്താ കാര്യം? മരിക്കരുത്. അതിനാണ് ഈ ചികിത്സ എല്ലാം ചെയ്യുന്നത്. ആരോഗ്യമായിട്ടിരിക്കണം, ആരോഗ്യമായിട്ടിരുന്നിട്ട് പെട്ടെന്നെങ്ങും മരിക്കരുത്. മരിക്കുമെന്നെങ്ങാനും തോന്നിയാൽ
പണമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോകും, എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കും, എന്ത് ചികിത്സ വേണേലും നൽകും. എന്താ കാര്യം? മരിക്കാതെ ഒരാളെ എന്തുമാത്രം പിടിച്ചു വെക്കാമോ അത്രയും നാൾ പിടിച്ചു വെക്കണം. അതാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും. നമ്മുടെയും ആഗ്രഹം അങ്ങനെയല്ലേ? എത്രയും നാൾ മരിക്കാതിരിക്കാമോ അതിനുള്ള പരിശ്രമത്തിലാണ് എല്ലാ മനുഷ്യരും. അതിനുവേണ്ടി ഡയറ്റ് കീപ്പ് ചെയ്യും, പ്രത്യേക ഭക്ഷണങ്ങൾ ഒഴിവാക്കും, പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കും, മരുന്ന് കഴിക്കും, രാവിലെ നടക്കാൻ പോകും, ജിമ്മിൽ പോകും, എക്സസൈസ് ചെയ്യും, ഇതെല്ലാം ചെയ്യും. ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? പെട്ടെന്നെങ്ങും മരിക്കല്ല്, മരിക്കാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആരോഗ്യമായിട്ട് ജീവിച്ചിരിക്കണം. അപ്പോൾ ഈ ലോകത്തിലെ സകല മനുഷ്യരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല, അതിനുവേണ്ടി ജനിച്ചവരല്ല, ജീവിക്കാനായിട്ട് വന്നവരാണ്, ജീവിക്കാൻ ജനിച്ചവരാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് തന്നെ മരിക്കാനാണ്. അങ്ങനെ വന്ന വേറെ ആരെയും നിങ്ങൾക്കറിയാമോ? മരിക്കാനായിട്ട് ജനിച്ച ഒരാളെ നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ മരിക്കാനായിട്ട് ജനിച്ചത്? യേശു മരിക്കാൻ ജനിച്ചുവെന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ല. യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ പലവട്ടം അവനത് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. വേറെയും പല വാക്യങ്ങളുണ്ട്, എല്ലാം വായിക്കാൻ നേരമില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് രണ്ട് വാക്യം മാത്രം വായിച്ചു കേൾപ്പിക്കാം. മർക്കോസ് സുവിശേഷം 10:45 യേശുക്രിസ്തു തന്നെ തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുകയാണ്. 10:45 മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മനുഷ്യപുത്രൻ വന്നത്, മനുഷ്യപുത്രൻ എന്നുള്ളത് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. മനുഷ്യപുത്രൻ വന്നത് അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കാനാണ്. ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണല്ലോ. മരിക്കുമ്പോഴാണല്ലോ ജീവൻ കൊടുക്കുന്നത്. ഞാൻ വന്നത് അനേകർക്ക് ജീവൻ കൊടുക്കാനാണ്, മരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അങ്ങനെ വന്ന് വേറെ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ മരിക്കാനായിട്ട് വന്നവര്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ മരിക്കരുത്, അതാണ് എല്ലാവരുടെയും പരിശ്രമം. പക്ഷേ മരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ ഏക പുരുഷൻ അവൻ മാത്രമാണ്. തീർന്നില്ല. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക വട്ടം തൻ്റെ ജീവിതകാലത്ത് ശിഷ്യന്മാരോട് താൻ മരിക്കും, മരിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളോടോ വീട്ടുകാരോടോ ഒക്കെ ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറയില്ല. അവരൊക്കെ മരിക്കുന്ന കാര്യം ഒന്നാമത് പറയാൻ നമുക്ക് ഇഷ്ടമല്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് കേൾക്കുന്നത് സുഖമല്ല. എൻ്റെ ഒരു മകള് ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നു. അവള് ചെറുതായിരുന്നപ്പോൾ പറയുമായിരുന്നു, അമ്മച്ചി മരിക്കുമ്പോൾ അമ്മച്ചിയുടെ ബൈബിള് ഞാൻ എടുക്കും. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ വഴക്ക് പറയും, മോളെ അങ്ങനെ പറയാതെ, അമ്മച്ചി മരിക്കുമ്പോൾ, അത് അമ്മച്ചി മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അമ്മച്ചി മരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലേ? അമ്മച്ചി മരിക്കുമ്പോൾ അമ്മച്ചിയുടെ വേദപുസ്തകം ഞാൻ എടുക്കും. മോളെ അങ്ങനെ പറയല്ലേ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോ മരിക്കുന്ന കാര്യം പറയാൻ തന്നെ ഇഷ്ടമല്ല. എന്നാൽ നോക്കൂ, ഇവിടെ ഇതാ ഒരു പുരുഷൻ തൻ്റെ ജീവിതകാലത്ത് തൻ്റെ പഠിപ്പീരിനിടയ്ക്ക് തൻ്റെ യാത്രയുടെ ഇടയ്ക്ക് അനേക വട്ടം പറയുകയാണ്, ഞാൻ മരിക്കാൻ പോകുകയാണ്. പിന്നെ ഒരർത്ഥത്തിൽ എല്ലാവർക്കും പറയാം അല്ലേ, ഞാൻ മരിക്കാൻ പോവാ, എല്ലാവർക്കും പറയാം, നമ്മളെല്ലാം മരിക്കുമെന്ന് നമുക്കറിയാം. രക്ഷിക്കപ്പെട്ടവര് കർത്താവിൻ്റെ വരവിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മരിക്കയില്ല, അതെനിക്കറിയാം. അതൊഴിച്ച് സാധാരണഗതിയിൽ എല്ലാവരും മരിക്കും. ഇനി കർത്താവ് അങ്ങനെ പറഞ്ഞതല്ല, എല്ലാ മനുഷ്യരും മരിക്കും, ഞാനും മരിക്കും എന്നല്ല പറഞ്ഞത്. താൻ എപ്പോൾ മരിക്കും, കൃത്യ ദിവസമല്ല, കാലഘട്ടം, എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഇത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞ ആരുമില്ല അല്ലേ? വല്യപ്പച്ചന് വേണേ പറയാം, കുഞ്ഞെ എനിക്കിനി അധിക നാളൊന്നും ഇല്ല, ഞാൻ പോകാൻ പോവുക, അത് നമുക്കറിയാം. പക്ഷേ എന്നാ മരിക്കുന്നത്, എവിടെ വെച്ചാ മരിക്കുന്നത്, എങ്ങനെയാ മരിക്കുന്നത്, ഇതാർക്കും അറിയാൻ പാടില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത് നോക്കുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 16-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 16-ന്റെ 21-ാമത്തെ വാക്യം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ
പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. നിങ്ങൾ ആ വാക്യം കേട്ടോ? അന്ന് മുതൽ പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അന്ന് പറഞ്ഞെന്നല്ല, പിന്നെ അന്ന് മുതൽ പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അനേക വട്ടം ഇത് പറഞ്ഞുകൊണ്ടിരുന്നെന്നാ. എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? എല്ലാരും മരിക്കുന്നവരെ ഞാനും ഒരു ദിവസം മരിക്കും കേട്ടോ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നമ്മളവിടെ വ്യക്തമായിട്ട് വായിച്ചു. അന്ന് മുതൽ യേശു പറഞ്ഞു തുടങ്ങി. എന്താ പറഞ്ഞു തുടങ്ങിയത്? താൻ എവിടെ മരിക്കും? എവിടെ മരിക്കുമെന്നാ പറഞ്ഞേ? യെരുശലേമിൽ ചെന്നിട്ട്. അതാ യെരുശലേമിൽ ചെന്നിട്ടെന്ന് പറയാൻ കാര്യം എന്താ? വേറൊരിടത്ത് വെച്ച് മരിക്കരുതോ? യേശു പറഞ്ഞു ഇല്ല, വേറൊരിടത്ത് വെച്ച് മരിക്കുകയല്ല, യെരുശലേമിലേ മരിക്കൂ. അല്ലേ? നമുക്ക് ആർക്കെങ്കിലും പറയാനൊക്കോ ഞാൻ മേപ്പാടത്ത് വെച്ച് മരിക്കുമെന്ന്? പറയാൻ പറ്റിയല്ല. ചിലപ്പോൾ തിരുവല്ല വെച്ചായിരിക്കും മരിക്കുന്നത്, ചിലപ്പോൾ ഒരു കല്യാണത്തിന് കോട്ടയത്ത് പോകുമ്പോൾ അവിടെ വെച്ചായിരിക്കും മരിക്കുന്നത്, ചിലപ്പോൾ മോഡെടുത്ത് പേർഷ്യയിൽ പോകുമ്പോൾ അല്ലെ അമേരിക്ക സന്ദർശനത്തിന് പോകുമ്പോൾ അവിടെ ആയിരിക്കും മരിക്കുന്നത്. മേപ്പാടംകാരെല്ലാം മേപ്പാടത്ത് മരിക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല, ആർക്കും പറയാൻ പറ്റുകയില്ല. പക്ഷെ യേശു പറഞ്ഞു എവിടാ മരിക്കുന്നതെന്ന്. യെരുശലേമിൽ ചെന്നിട്ട്. പിന്നെ യെരുശലേമിൽ ചെന്നിട്ട് എങ്ങനെ മരിക്കും? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കുമെന്നാണോ? അതോ രോഗം വന്ന് മരിക്കുമെന്നാണോ? അപകടത്തിൽപ്പെട്ട് മരിക്കുമെന്നാണോ? ഭൂകമ്പത്തിൽ വീടിടിഞ്ഞ് വീണ് ചാകുമെന്നാണോ? അങ്ങനൊന്നും അല്ല പറഞ്ഞത്. യെരുശലേമിൽ മരിക്കും. എന്നിട്ട് അവിടെ പലതും സഹിച്ച് കൊല്ലപ്പെടും. അപ്പൊ എങ്ങനെയാ മരിക്കുന്നതെന്നും പറഞ്ഞു. യെരുശലേമിലാ മരിക്കുന്നത്, പിന്നെ എങ്ങനെ മരിക്കും? പലതും സഹിച്ച് കൊല്ലപ്പെടും. അപ്പൊ നാച്ചുറലായിട്ടല്ല, സ്വാഭാവികമായിട്ട് എല്ലാവരും മരിക്കുന്ന പോലെ മരിക്കാൻ പോവുകയല്ല. ആട്ടെ, ഈ പലതും സഹിക്കുന്നത് ആരാ? ഈ കഷ്ടമൊക്കെ കൊടുക്കുന്നത് സഹിക്കാൻ, അതും പറഞ്ഞു ആരാന്ന്? ജനത്തിന്റെ, യഹൂദന്മാരുടെ മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ. അപ്പോ മതഭക്തരായ, മതത്തിന്റെ നേതാക്കളായ ആളുകളായിരിക്കും എന്നെ ഉപദ്രവിക്കുന്നത്. കള്ളന്റെ ആക്രമണത്തിൽ മരിക്കരുതോ? വഴിയെ പോകുമ്പോ കള്ളന്മാരെന്നെ പിടിച്ച് എന്നെ കൊന്നുകളയും, അങ്ങനല്ല പറഞ്ഞേ, അങ്ങനല്ല മരിക്കുന്നത്. പിന്നെ ജനത്തിന്റെ നേതാക്കൾ, മൂപ്പന്മാര്, മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, ഇവര് എന്നെ കൊല്ലും. പിന്നെ പലതും സഹിച്ച് എന്ന് പറഞ്ഞാൽ അനേക തരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിച്ച് മരിക്കും. അപ്പോൾ എവിടെ മരിക്കും? എപ്പോൾ മരിക്കും? ഡേറ്റ് പറഞ്ഞില്ല. യെരുശലേമിൽ ചെന്നിട്ടായിരിക്കും മരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ മരിക്കും? കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്ന എങ്ങനായിരിക്കും? പല കഷ്ടങ്ങൾ സഹിച്ചായിരിക്കും. ആരാ ഈ കഷ്ടങ്ങൾ കൊടുക്കുന്നത്? അത് ഇന്നാരാണ്, അതെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു വട്ടം പറഞ്ഞെന്നല്ല, അന്ന് മുതൽ അത് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവൻ അറിയാമായിരുന്നു എവിടെ, എപ്പോൾ, എങ്ങനെ മരിക്കും. അത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോ ശിഷ്യനായി പത്രോസിനാകൂടെ മനപ്രയാസായി. പത്രോസ് എന്താ പറഞ്ഞേ? അയ്യോ കർത്താവേ, അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ. മുമ്പ് മോളോട് ഇത് പറയല്ലേ എന്ന് പറയുന്നത് പോലെ പത്രോസ് പറയും, അയ്യോ അങ്ങനൊന്നും പറയാതെ, നിന്നെ എല്ലാവരും കൂടെ കൊല്ലുവന്നോ, നീ ഒത്തിരി കഷ്ടം അനുഭവിക്കുമെന്ന് അങ്ങനൊന്നും പറയല്ലേ കേട്ടോ. പത്രോസ് ശുദ്ധ മനസാക്ഷി എന്ന് പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ യേശു സമ്മതിച്ചോ പറഞ്ഞത്? ഇല്ല. യേശു പത്രോസിനെ ശാസിച്ചു. പത്രോസേ, നീ പറയുന്ന അല്ല ശരി, അങ്ങനല്ല, ഇങ്ങനാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. ഞാന് പലതും സഹിച്ച് കൊല്ലപ്പെടും എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? വായിച്ചപ്പോ കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. വേദപുസ്തകം വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ഇനി വായിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചോണം. എന്താണെന്നറിയാമോ? യേശു മരിക്കുമെന്ന് പറഞ്ഞ എല്ലാ സ്ഥാനത്തും ഉയർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. മരിക്കുമെന്ന് മാത്രമായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എവിടെ വേണേലും വായിച്ചു നോക്കൂ. സുവിശേഷങ്ങൾ യേശു മരിക്കുമെന്ന് പറഞ്ഞ എല്ലാ ഭാഗവും നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് മരിക്കുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും, ഫുൾ സ്റ്റോപ്പ് അല്ല, കൊല്ലപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ മരിക്കുമെന്ന് മാത്രമല്ല, മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് ലോകത്തിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. മരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടില്ല.
മരണത്തിന്റെ കാര്യം തന്നെ പറഞ്ഞിട്ടില്ല. ഇനി മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറെ ചില വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഇതേ കാര്യം ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ കർത്താവ് ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. 8:31. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. മനുഷ്യപുത്രനെ അവര് തള്ളിക്കളയും, കൊല്ലും, 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോ എന്നാ ഉയർത്തെഴുന്നേൽക്കുന്നതെന്നും പറഞ്ഞു. മത്തായിയിൽ നമ്മൾ വായിച്ചപ്പോഴും അത് പറഞ്ഞു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാ ഉയർത്തെഴുന്നേൽക്കുന്നതെന്നും പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞല്ല, ഒരു മാസം കഴിഞ്ഞല്ല, ഒരു വർഷം കഴിഞ്ഞല്ല, മരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമല്ല, പിന്നെ കൃത്യം പറഞ്ഞു 3 ദിവസം, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടില്ല. മുൻപ് കൂട്ടി പറഞ്ഞ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. മർക്കോസ് 10:45 നമ്മൾ മുമ്പേ വായിച്ചല്ലോ. അവിടെ പറഞ്ഞത് മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനത്രേ വന്നത്. മറുവിലയായി കൊടുപ്പാനത്രേ ജനിച്ചതെന്നല്ല പറഞ്ഞേ, മറുവിലയായി കൊടുപ്പാനത്രേ വന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കർത്താവ് എപ്പോഴും പറഞ്ഞത് ജനിച്ചതെന്നല്ല, വന്നതെന്നാണ്. ഈ ലോകത്തിൽ വേറെ ആരുടെയും ജനനത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെയൊക്കെ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ ആധാർ കാർഡിൽ എഴുതിയിട്ടുണ്ട് DOB, ഡേറ്റ് ഓഫ് ബർത്ത്. വന്ന ദിവസമൊന്നും നിങ്ങളുടെ ആരുടെയും രേഖയിലുണ്ടോ? നിങ്ങളുടെ പാൻ കാർഡിലോ ആധാറിലോ വന്ന ദിവസമൊന്നും ഉണ്ടോ? ഇല്ല. പിന്നെ ജനിച്ച ദിവസം. എന്താ വന്ന ദിവസം ഒന്നും എഴുതാത്തെ? എന്താ നമ്മുടെ എല്ലാം സർട്ടിഫിക്കറ്റിലെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്നത്? ഡേറ്റ് ഓഫ് കമ്മിങ് എന്ന് എന്താ എഴുതാത്തെ? മഹാത്മാഗാന്ധി ഗുജറാത്തിലെ പോർബന്തറിൽ വന്നു എന്നാണോ പറയുന്നേ? മഹാത്മാഗാന്ധി ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു എന്നാണോ പറയുന്നേ? ജനിച്ചെന്നേ പറയൂ, വന്നു എന്ന് പറയല്ല. അതെന്താ അങ്ങനെ പറയാത്തെ? യേശുവിൻ്റെ കാര്യത്തിൽ മാത്രം എന്താ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മാത്രമല്ല കേട്ടോ, അനേക ഇടത്ത് യേശു ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം വായിച്ചെന്നേ ഉള്ളൂ. വേറെ ചില വാക്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ജനിച്ചെന്നല്ല, മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസ് 19 പറഞ്ഞിട്ടുണ്ട് മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തു തൻ്റെ മരണത്തെ, തൻ്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറഞ്ഞത് ജനിച്ചെന്നല്ല, വന്നെന്നാണ്. എന്നാൽ ഒരു ഭാഗത്ത് ജനിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ് ആ ജനനം ഒരു വരവായിരുന്നെന്ന്. എന്താ ഈ ജനനവും വരവും തമ്മിലുള്ള വ്യത്യാസം? ജനനമെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ആളില്ലെന്നർത്ഥം, അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം ജനിച്ചു, അതിന് മുമ്പ് ഉണ്ടോ ആള്? അതിന് മുമ്പ് ആളില്ല. അമ്മയുടെ ഉദരത്തിലുണ്ട് നമുക്കറിയാം കുറച്ച് മാസങ്ങൾ, പക്ഷെ ആളില്ലെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വരിക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്നോട് ചോദിക്കാന്ന് വിചാരിക്കുക, എപ്പോഴാ വന്നത്? എൻ്റെ വീട് കോട്ടയത്താണ്. എപ്പോഴാ വന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ചോദ്യം കൊണ്ട്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ മേൽപ്പാടത്ത് കൺവെൻഷന് പ്രസംഗിക്കാൻ എപ്പോൾ ഇവിടെ വന്നു അതല്ലേ ചോദിക്കുന്നത്, അല്ലാതെ ഞാൻ എപ്പോഴാ ജനിച്ചതെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല. എപ്പോഴാ വന്നേ സാർ, എപ്പോഴാ വന്നേ? ഞാൻ പറയും ഞാൻ ഇന്നലെ വന്നു. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴാ ജനിച്ചതെന്നല്ല. അപ്പോൾ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്ന ഒരാൾക്കൊരു കാര്യം അറിയാം, ഇവിടെ വരുന്നതിന് മുമ്പ് ആളുണ്ടായിരുന്നെന്നറിയാം, അല്ലേ? നേരത്തെ സാറ് വേറെങ്ങാണ്ടായിരുന്നു ഉപദേശി, അവിടുന്ന് വന്നതാ. അത് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് പറയണ്ട. വന്നെന്ന് പറഞ്ഞാൽ ആള് നേരത്തെ ഉണ്ടെന്നാണ് അർത്ഥം. ജനിച്ചെന്ന് പറഞ്ഞാലോ ആള് നേരത്തെ ഇല്ലെന്ന അർത്ഥം. ജനിച്ചെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ആള് ഇല്ല. വന്നെന്ന് പറഞ്ഞാൽ ഉള്ള ഒരാൾക്ക് മാത്രമേ വരാൻ പറ്റൂ. നാളെ എൻ്റെ മോള്
പേർഷ്യയിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ നാളായിട്ട് എൻ്റെ മോള് പേർഷ്യയിൽ ഉണ്ടെന്ന് അർത്ഥം അല്ലേ. പേർഷ്യയിൽ ഇല്ലാത്ത മോക്ക് വരാൻ പറ്റുമോ നാളെ? ഇല്ല. നാളെ എൻ്റെ മോളുടെ പ്രസവമാ എന്ന് പറഞ്ഞാലോ, ഇപ്പൊ ഇതുവരെ അവൾക്ക് കുഞ്ഞില്ല, നാളെ ഒരു കുഞ്ഞ് ഉണ്ടാകുമെന്നാണ് ആശുപത്രിക്കാർ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ വന്ന ഒരൊറ്റയാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാ. ബാക്കി എല്ലാവരും ജനിച്ചവരാ. എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് അവർക്കാർക്കും ആസ്തിക്യം ഉണ്ടായിരുന്നില്ല, എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല, അവരാരും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അവൻ എവിടെ ഉണ്ടായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവം 14-ാം വാക്യത്തിൽ വരുമ്പോൾ ആ ദൈവം ജഡമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മധ്യത്തിൽ പാർത്തു. ഇവിടെ ഇറങ്ങി വന്ന് പാർക്കുന്നതിന് മുമ്പ് അവൻ എവിടെ ഉണ്ടായിരുന്നു? അവൻ സ്വർഗത്തിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചപ്പോൾ വായിച്ചൊരു വാക്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാ. അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് അവൻ എവിടെ ഉണ്ടായിരുന്നു? ഞാൻ സ്വർഗത്തിലുണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ഞാൻ എന്ന് ക്രിസ്തു പറഞ്ഞത് കഴിഞ്ഞ രാത്രി നമ്മൾ വായിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവൻ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അവൻ നിത്യത മുതലേ ഉള്ളവനാണ്. അവൻ ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ദൈവമായവനാണ്. ആരംഭമില്ലാത്ത അവസാനമില്ലാത്തവനാണ് അവൻ. അവൻ നിത്യത മുതൽ നിത്യത വരെ എന്നുമെന്നും സ്ഥിതി ചെയ്യുന്നവനാണ്. അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. സ്വർഗത്തിൽ നിത്യകാലം നിത്യത മുഴുവൻ വസിച്ചിരുന്നവൻ ഈ ലോകത്തിലേക്ക് ജഡമെടുത്ത് ശരീരമെടുത്ത് ഇറങ്ങി വന്നതാണ്. എന്തിനാ ഇറങ്ങി വന്നേ? പർവ്വത പ്രസംഗം ചെയ്യാൻ ഇറങ്ങി വന്നു എന്നല്ല പറഞ്ഞത്. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ഒരു ചകിട്ട് തടിച്ചാൽ മറ്റേ ചകിട് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള സതുപദേശങ്ങളെല്ലാം മനുഷ്യരെ പഠിപ്പിക്കാൻ ഞാൻ വന്നു എന്നല്ല യേശു പറഞ്ഞത്. ഞാൻ വന്ന എന്തിനാ? അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ വെച്ചു കൊടുക്കാനാ വന്നത്. ഞാൻ മരിക്കാൻ വന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഒരു കാരണമുണ്ട്. എല്ലാ മതങ്ങളും പ്രസംഗിക്കുന്നു, ഞങ്ങളും പ്രസംഗിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രസംഗിക്കുന്നു, ഞങ്ങളും പ്രസംഗിക്കുന്നു. എല്ലാവരും മൈക്കിൽ കൂടെ ഒച്ച വെക്കുന്നു, ഞങ്ങളും മൈക്കിൽ കൂടെ ഒച്ച വെക്കുന്നു. അല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യല്ല. എല്ലാ മതവും പ്രസംഗിക്കുന്നതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയല്ല. എല്ലാ സഭക്കാരും പ്രസംഗിക്കുന്നതുകൊണ്ട് ഞങ്ങളും പ്രസംഗിക്കുകയല്ല. ഇവിടെ പ്രസംഗിക്കാൻ ഒരു കാരണമുണ്ട്. വേറെ ആർക്കും ഇല്ലാത്തൊരു കാരണം, വേറെ ആർക്കും ഇല്ലാത്തൊരു ന്യായമുണ്ട്. അതെന്താണെന്നറിയാമോ? ആദി മുതലുള്ള ദൈവമായവൻ, അഖിലാണ്ടത്തെ മുഴുവൻ ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തിയവൻ, അവൻ ഏതുകാലത്തുമുള്ള നിത്യനായ ദൈവം ശരീരമെടുത്ത് ജഡമെടുത്ത് ഈ ലോകത്തിൽ മരിക്കുവാൻ വന്നു. അത് ദൈവത്തിന്റെ വചനം നമ്മോട് വ്യക്തമായി പറയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. സാധാരണ ഒരു നല്ലയാളായിട്ട് വന്ന് ജീവിച്ച് മരിച്ചു പോയിരുന്നെങ്കിൽ അങ്ങനെ എത്രയോ പേരുണ്ട്, അവരെ ഒന്നും കുറിച്ച് പ്രസംഗിക്കുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കുന്നത്? പൗലോസ് പറയുകയാണ്, ഈ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത്രയ്ക്ക് വലിയൊരു വിഷയമാണിത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് മറ്റെല്ലാ വിഷയങ്ങളെയും മറികടക്കുന്ന, മറ്റെല്ലാ വിഷയങ്ങളെക്കാളും വലിയൊരു വിഷയമാണ്. നോക്കുക ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത. അവൻ മരിക്കാനായിട്ട് വന്നവനാണ്. ഇനി കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു മരിച്ചു. എന്തിനു വേണ്ടി വന്നുവോ ആ കാര്യം സാധിച്ചത് തൻ്റെ മരണം വഴിയാണ്. ലോകത്തിൽ ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ അയ്യോ കുറച്ച് നാളോടെ ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലേ? അങ്ങനല്ലേ? രാജീവ് ഗാന്ധി കുറച്ച് നാളോടെ ജീവിച്ചിരുന്നേ നമ്മുടെ നാടിന് നല്ലതായിരുന്നു.
നെഹ്റു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കുറച്ചു നാളൂടെ ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കഷ്ടം, അവർ വെടിയേറ്റ് മരിച്ചല്ലോ. നമുക്ക് കിട്ടേണ്ട നന്മ കുറെ കിട്ടാതെ പോയല്ലോ. അപ്പോ ഒരാൾ മരിക്കുമ്പോ ജീവിതത്തിൽ സാധിക്കേണ്ട എല്ലാ കാര്യവും സാധിച്ചില്ലല്ലോ എന്നാണ് നമ്മുടെ വിഷമം, അല്ലേ? അയ്യോ, രാജീവ് ഇത്ര ചെറുപ്പത്തിലെ രാജീവ് ഗാന്ധി മരിച്ചു പോയല്ലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത്രയും നേരത്തെ മരിച്ചു പോയല്ലോ. കുറച്ചുനാളൂടെ ഇരുന്നിരുന്നെങ്കിൽ ആന്ധ്രയിൽ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, വൈ.എസ്. രാജശേഖർ റെഡ്ഡി. അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു പോയെന്ന് നിങ്ങൾക്കറിയാം. ആന്ധ്രക്കാർ വളരെ ദുഃഖത്തോടെയാണ് ഓർക്കുന്നത്. അദ്ദേഹം ആ രാജ്യത്തിന് വേണ്ടി, ആ നാടിന് വേണ്ടി വളരെ കാര്യങ്ങൾ ചെയ്തയാളാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമായിരുന്നു എന്ന് വരെയാണ് ആന്ധ്രയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അദ്ദേഹം ഇന്ന് ആന്ധ്രയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആന്ധ്ര എന്തായേനെ എന്നാണ് അവിടെയുള്ളവർ ചിന്തിക്കുന്നത്. അദ്ദേഹം മരിച്ചത് കൊണ്ട് സാധിക്കേണ്ട പല കാര്യങ്ങൾ സാധിക്കാതെ പോയല്ലോ എന്നാണ് അവരുടെ ദുഃഖം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ട് ജന്മസാഫല്യം അടഞ്ഞ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ജനിച്ചുവോ അത് സാധിച്ച ഏക പുരുഷനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ബാക്കി എല്ലാവരും മരണപ്പെട്ടത് കൊണ്ട് അയ്യോ കുറച്ചുകൂടെ സാധിച്ചില്ലല്ലോ എന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ യേശു കർത്താവിന്റെ മരണത്തിന്റെ പ്രത്യേകത, അവൻ മരിച്ചത് കൊണ്ടാണ് ജനിച്ച കാര്യം സാധിച്ചത്. അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ, ഇതുപോലെ മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തിനു വേണ്ടി ജനിച്ചുവോ അത് സാധിക്കാതെ പോകുമായിരുന്നു. അവൻ മരിച്ചതാണ് സാധിച്ച ഏറ്റവും വലിയ കാര്യം. ലോകത്തിൽ വേറെ ആരെക്കുറിച്ചും അങ്ങനെ പറയാനൊക്കെ ഇല്ല. ബാക്കി എല്ലാവരും മരിച്ചത് കൊണ്ട് അയ്യോ കുറെ കൂടെ കാര്യം സാധിക്കാതെ പോയല്ലോ എന്നാണ് ചിന്ത. എന്നാൽ ക്രിസ്തുവിന്റെ കാര്യത്തിൽ മരിച്ചത് കൊണ്ടാണ് വന്ന കാര്യം സാധിച്ചത്. കാരണം അവൻ പറഞ്ഞ എന്താ? ഞാൻ വന്നത് തന്നെ മരിക്കാനാ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനാണ് വന്നത്. അപ്പോൾ ഈ മരണത്തിന്റെ അനേക പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ലോകത്തിൽ വേറെ ആരുടെയും മരണത്തെക്കുറിച്ച് പറയാൻ ഒക്കാത്ത 4-5 കാര്യങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. ഇങ്ങനെ പ്രത്യേകതയുള്ളൊരു മരണം അവൻ എന്തിനാണ് മരിച്ചത്? എന്തിനാ മരിക്കാൻ വന്നത്? എന്തിനാണ് മരിക്കുമെന്ന് കൂടെ പറഞ്ഞത്? ഈ മരണത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ഈ മരണത്തിന്റെ പ്രാധാന്യം? ഈ മരണത്തിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് ഇങ്ങനെ മരിച്ചത്? നമുക്ക് ഊഹിക്കണ്ട. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മരണത്തിന്റെ അർത്ഥം എന്താന്ന്. എന്തിനായി ഇങ്ങനെ മരിക്കാൻ വന്നതെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, അതിൻ്റെ 27ഉം 28ഉം വാക്യങ്ങൾ. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 27ഉം 28ഉം വാക്യങ്ങൾ ക്രിസ്തു തന്നെ പറയുകയാണ് തൻ്റെ മരണത്തിന്റെ അർത്ഥം എന്താണെന്ന്. ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഞാൻ രക്തം ചൊരിയുകയാണ്. അപ്പൊ കാര്യത്തിലേക്ക് വന്നു. ഇത്രയും നേരം പ്രത്യേകതയുള്ള മരണമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഈ മരണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത? ഈ മരണം കൊണ്ട് എന്താണ് സാധിക്കുന്നത്? അവിടെ പറയാണ്, അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എൻ്റെ രക്തം ഞാൻ ചിന്തുകയാണ്. രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ രക്തം ഒഴിക്കുന്നത്, രക്തം കൊടുക്കുന്നത്, ഞാൻ ജീവനെ കൊടുക്കുന്നത് അനേകരുടെ പാപങ്ങൾ മോചിക്കപ്പെടാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, യേശു എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചു. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ, രക്ഷിതാവ് എന്നാണ്. ഇവിടെ ക്രിസ്തു തന്നെ പറയുകയാണ്, എൻ്റെ മരണം അനേകരുടെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയുള്ള മരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷ സന്ദേശം. സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്
ഈ ജാതി ചേര്, ഈ സഭ വീട്, മറ്റേ സഭയിൽ ചേര്, ഈ മതത്തിൽ ചേര്, ഞങ്ങളുടെ കൂടെ വന്നാൽ സ്വർഗത്തിൽ പോകും എന്നൊന്നും പറയുന്നതല്ല. സുവിശേഷ സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള സന്ദേശം വിളിച്ചു പറയുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം. ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ടാമതാ. ഒന്നാമത് സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ലൂക്കോസ് സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ആ മരണം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാ മരണം എല്ലായിടത്തും പ്രസംഗിക്കുന്നത്? നിങ്ങളൊന്ന് കേട്ട്. എന്തിനാ ക്രിസ്തുവിന്റെ മരണം എല്ലായിടത്തും പ്രസംഗിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായം, അതായത് 24-ാമത്തെ അധ്യായം. അവിടെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന രണ്ട് വാചകമൊന്ന് കേൾക്കണേ. അതിന്റെ 46-ഉം 47-ഉം വാക്യങ്ങൾ. 24-ന്റെ 46-ഉം 47-ഉം വാക്യങ്ങൾ. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും ഇത് പറയണം. എന്തിനാ ഇത് ലോകം മുഴുവൻ പറയുന്നേ? യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും. ആഫ്രിക്കയിലുള്ളവരോട് പറയണം, സായിപ്പന്മാരോട് പറയണം, മഞ്ഞ ചൈനക്കാരോട് പറയണം, മേപ്പാടത്തുള്ളവരോടും പറയണം. എന്താ പറയണ്ടേ? ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ആര് മാനസാന്തരപ്പെട്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമോ, അവന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്, അവൻ എന്ത് ചെയ്തു, അതാണ് അവന്റെ നാമം. ഇന്നലെ യോഹന്നാൻ 8-ൽ കർത്താവ് പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ ഞാൻ ആര്, ഞാൻ എന്ത് ചെയ്തു, ആ പ്രസംഗത്താൽ മനുഷ്യർക്ക് പാപമോചനം ലഭിക്കും. ഇത് നിങ്ങൾ യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. ലോകത്തിൽ എവിടെ പോയാലും സുവിശേഷ പ്രസംഗം ഒന്ന് തന്നെയാണ്. മേപ്പാടത്ത് പ്രസംഗിക്കുന്നത് തന്നെയാ അമേരിക്കയിലും പ്രസംഗിക്കുന്നത്, അമേരിക്കയിൽ പ്രസംഗിക്കുന്നത് തന്നെയാ മംഗോളിയയിലും പ്രസംഗിക്കുന്നത്, മംഗോളിയായി പ്രസംഗിക്കുന്നത് തന്നെയാ ആഫ്രിക്കയിലും പ്രസംഗിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. എന്താ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്? ക്രിസ്തു കഷ്ടമനുഭവിച്ചു. എന്തിന് കഷ്ടം അനുഭവിച്ചു? മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി. ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ പാപങ്ങളുടെ ഫലമായി ദൈവത്തിന്റെ ശിക്ഷയാകുന്ന നിത്യനരകം, ദൈവത്തിൽ നിന്നുള്ള വേർപാട്, അത് നമുക്ക് പകരം യേശുക്രിസ്തു ക്രൂശ് മരണത്തിൽ സഹിച്ചു. അവനിൽ ആര് വിശ്വസിക്കുമോ, ആര് മാനസാന്തരപ്പെടുമോ, ആര് അനുതപിക്കുമോ, ഞാനൊരു പാപിയെന്ന് ആര് സമ്മതിക്കുമോ, ആ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എൻ്റെ പാപത്തിന്റെ ശിക്ഷയാണ് സഹിച്ചത്, അവനാണ് എൻ്റെ രക്ഷകനെന്ന് വിശ്വസിച്ച് അവനിൽ പാപമോചനത്തിന് വേണ്ടി ആര് ശരണപ്പെടുമോ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടും. ഇത് ലോകം മുഴുവൻ പോയി പറയണം. ഇന്ന് രാത്രി അതുകൊണ്ടാണ് മേൽപ്പാടത്ത് ഇത് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ പറഞ്ഞതാണ്, എൻ്റെ മരണം ലോകം മുഴുവൻ പറയണം. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേറെ ഏതെങ്കിലും ഒരു മാർഗമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവമായവൻ മനുഷ്യനായി വന്ന് ക്രൂശിൽ വേദന അനുഭവിച്ച് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇത്ര വലിയ വേദന, ഇത്ര വലിയ ചെലവ് ദൈവം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപം ദൈവത്തിന് വിരോധമായാണ്. ദൈവകൽപ്പനകളെയാണ് മനുഷ്യൻ ലംഘിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി. ഞാനും നിങ്ങളും തിരിച്ചറിവ് വന്ന കാലം മുതൽ അരുതാത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിന്റെ എത്രയോ കൽപ്പനകളെ, ധാർമ്മിക പ്രമാണങ്ങളെ ലംഘിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന സകലരും, ഈ ഭൂമിയിലെ സകലരും.
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ഏറ്റവും വഷളത്വം നിറഞ്ഞതാണ്, ഏറ്റവും ദുഷ്ടത നിറഞ്ഞതാണ്. അതിന് മതമില്ല, അതിന് സഭയില്ല, അതിന് ദേശമില്ല, അതിന് ജാതിയില്ല. നീ മനുഷ്യനാണെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ദുഷ്ടതയുള്ളതാണെന്ന് നിനക്കറിയാം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ അസൂയ അവിടെയുണ്ട്, പിണക്കം അവിടെയുണ്ട്, പ്രതികാരം അവിടെയുണ്ട്, അശുദ്ധ ചിന്തകൾ അവിടെയുണ്ട്, ദുർമോഹം അവിടെയുണ്ട്. എന്തെല്ലാം അശുദ്ധികളുടെ പാർപ്പിടമാണ് മനുഷ്യ ഹൃദയം. അവസരം കിട്ടുന്ന അനുസരിച്ച് പല നിലയിൽ പ്രവൃത്തിയിലും ചിന്തയിലും നോട്ടത്തിലും അത് വെളിയിൽ വരികയാണ്. അങ്ങനെ പാപം ചെയ്ത് ജീവിച്ച മനുഷ്യൻ ദൈവസന്നിധിയിൽ പാപത്തിന്റെ ശിക്ഷയാകുന്ന നരകം, ദൈവത്തിൽ നിന്നുള്ള വേർപാട്, ആ നിത്യ മരണം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ആ നരകശിക്ഷയിൽ നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ മോചിക്കുവാൻ ദൈവം ഒരു വഴി ഒരുക്കി. ദൈവം ഒരുക്കിയ വഴിയല്ലാതെ മനുഷ്യനുണ്ടാക്കുന്ന ഒരു വഴിയും പാപമോചനത്തിന് ദൈവമുൻപാകെ സ്വീകാര്യമല്ല. ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ തീർത്ഥയാത്ര പോകുന്നത് ദൈവത്തിന് സ്വീകാര്യമല്ല. ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ പണം കൊടുക്കുന്നത്, ദരിദ്രരെ സഹായിക്കുന്നത്, മെഴുകുതിരി കത്തിക്കുന്നത്, കതിന പൊട്ടിക്കുന്നത്, പുഷ്പങ്ങൾ അർപ്പിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, ഇറച്ചു കൂട്ടാതിരിക്കുന്നത്, അതൊന്നും പാപത്തിന് പരിഹാരമല്ല. മനുഷ്യന്റെ പാപം മനുഷ്യന്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും ക്ഷമിക്കപ്പെടുവാൻ സാധിക്കുന്നതല്ല. മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ കൊടുക്കുന്നുവെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതല്ലാതെ മനുഷ്യന്റെ പാപത്തിന് വേറെ യാതൊരു പാപമോചനത്തിന് മാർഗമില്ല. കർത്താവ് മരിച്ചത് അതിൻ്റെ അർത്ഥം എന്താന്ന് കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? അനേകരുടെ പാപങ്ങൾ മോചിക്കപ്പെടാനാണ് ഞാൻ മരിക്കുന്നത്. ആട്ടെ, ക്രിസ്തുവിന്റെ മരണത്താൽ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്? നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അങ്ങനെയാകയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. അടുത്ത വാചകം. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഈ ഭൂമിയിൽ കർത്താവ് വന്നതിനെ കുറിച്ചാണ് ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? സ്വന്തം യാഗം കൊണ്ട് അവൻ തന്നെ യാഗമായി തീർന്ന് നിങ്ങളുടെയും എന്റെയും പാപം പരിഹരിക്കുവാൻ അവൻ ഈ ലോകത്തിൽ പ്രത്യക്ഷനായി 2000 വർഷം മുമ്പ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ലോകമോർക്കുന്ന ക്രിസ്തുമസ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഡിസംബർ 25 ആണോ അല്ലയോ അത് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ, ഡേറ്റ് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. പക്ഷേ ഡേറ്റ് എന്നാണെങ്കിലും യേശു ജനിച്ചു എന്നുള്ളത് ഓർപ്പിക്കുന്ന എന്താണെന്നറിയാമോ? സ്വന്തം യാഗം കൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ പ്രത്യക്ഷനായി. അതിനാണ് യേശു ഈ ലോകത്തിൽ വന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. സ്വന്തം യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. 2:9 ഒന്ന് വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. നമ്മളെല്ലാവരും മരിക്കുന്നത് നമ്മുടെ മരണം തന്നെയാ, അല്ലേ? നമ്മൾ മരിക്കുന്നത് ബാക്കി ആർക്കും വേണ്ടിയല്ല. ബാക്കി ഒരാൾക്ക് വേണ്ടി മരിച്ചാൽ തന്നെ അത് ആരുടെ മരണമാ? അടുത്ത കാലത്ത് ഇവിടെ വലിയ വെള്ളപ്പൊക്കവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായല്ലോ. വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കാൻ വേറൊരാൾ വെള്ളത്തിൽ ചാടിയെന്ന് വിചാരിക്കുക. പക്ഷെ ആ ചാടിയ ആൾ മരിച്ചുപോയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയും മറ്റേ ആളെ, കൂട്ടുകാരനെ രക്ഷിക്കാൻ ഇയാൾ മരിച്ചു. ശരിയാ പറയുന്നത്, അല്ലേ? പക്ഷേ ഒരു ചോദ്യം, ഈ മരിച്ചയാൾ ആരുടെ മരണമാ മരിച്ചേ? ഈ മരിച്ച ആള് ഇന്ന് വെള്ളത്തിൽ വീണ് മരിച്ചില്ലായിരുന്നെങ്കിൽ നാളെ പ്രായമായി മരിച്ചേനെ, അല്ലേ? അയാൾ മരിച്ചത് അയാളുടെ മരണം തന്നെയാ. കാര്യം വേറൊരാളെ രക്ഷിക്കാൻ മരിച്ചു എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ആ ആൾ ആരുടെ മരണമാ മരിച്ചത്? അയാളുടെ തന്നെ മരണമാ മരിച്ചത്. ഇന്ന് മരിച്ചില്ലായിരുന്നേ കുറച്ച് വർഷം കഴിയുമ്പോൾ അയാൾ മരിച്ചേനെ.
അയാൾ അയാളുടെ മരണമാണ് മരിച്ചത്. എന്നാൽ യേശു കർത്താവ് മരിച്ചത് തൻ്റെ മരണമല്ല, നമുക്ക് വേണ്ടി അവൻ മരിക്കുകയായിരുന്നു. നാം അവിടെ വായിക്കുന്നത് അനേകർക്ക് വേണ്ടി അവൻ മരണം ആസ്വദിച്ചു. ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആ വാക്ക് കേൾക്കുമ്പോൾ തോന്നും മാങ്ങ നല്ല പഴുത്ത മാങ്ങ ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, നല്ല രസമായിരുന്നെന്നാണ്. പ്രിയപ്പെട്ടവര്, മരണം ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണം നല്ല രസമായിരുന്നെന്നല്ല അതിൻ്റെ അർത്ഥം. മരണത്തിൽ അടങ്ങിയിരിക്കുന്ന കയ്പ് മുഴുവനും, മരണത്തിന്റെ വേദന മുഴുവനും, മരണത്തിലെ വിഷം മുഴുവനും, മരണത്തിലെ ഭീകരത മുഴുവനും ഒടുവിൽ മട്ടോളം അവൻ അനുഭവിച്ചു എന്നാണ് ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്താ മരണത്തിന്റെ കയ്പെന്ന് പറയുന്നത്? മരണത്തിന്റെ വിഷമെന്ന് പറയുന്നത് എന്താ? മരണത്തിന്റെ ഭീകരത എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചു, പാപം ചെയ്യുന്നവൻ ദൈവത്താൽ എന്നേക്കും കൈവിടപ്പെട്ട് നിത്യകാലം നിത്യനരകത്തിൽ ശിക്ഷ അനുഭവിക്കും. അതാണ് വേദന, മരണത്തിന്റെ കയ്പെന്ന് പറയുന്നത്. ആ വേദന മുഴുവനായി ക്രിസ്തു സഹിച്ചു. നിത്യകാലം നരകത്തിൽ നീ അനുഭവിക്കേണ്ട വേദന മുഴുവനായി യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിൽ സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു, മരണം അനുഭവിച്ചു. കർത്താവിനെ ക്രൂശിച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ 9 മണിക്കാണ് കർത്താവിനെ ക്രൂശിലേറ്റിയത്. ഉച്ചയ്ക്ക് 3 മണി വരെ കർത്താവ് ക്രൂശിൽ കിടക്കുകയായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. ഈ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കടന്നു പോകുന്നവരെല്ലാവരും തലകുലുക്കി പരിഹസിക്കത്തക്കവണ്ണം യേശുവിനെ എല്ലാവർക്കും കാണാമായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 12 മണി ആയപ്പോൾ, അതാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, ഉച്ചയ്ക്ക് 12 മണിയുടെ പ്രത്യേകത, സൂര്യൻ ഏറ്റവും ശോഭിക്കുന്ന വെളിച്ചമുള്ള സമയമാണ് 12 മണി. ആ സമയമായപ്പോൾ നാം വായിക്കുന്നത്, ദേശത്തെല്ലാം ഒരു ഇരുട്ടുണ്ടായി. 12 മണി മുതൽ 3 മണി വരെ അന്ധകാരത്തിന്റെ കരിമ്പടം കൊണ്ട് ദൈവം ലോകത്തെ പൊതിഞ്ഞു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ എല്ലാവർക്കും കാണാൻ യേശു തൂങ്ങിക്കിടക്കുന്നത്. കടന്നു പോകുന്നവർ പരിഹസിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഉച്ചയ്ക്ക് 12 മണി ആയപ്പോൾ ആ രംഗത്തിന് ദൈവം ഒരു വ്യത്യാസം വരുത്തി. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ആർക്കും കാണാൻ ഒക്കുന്നതല്ല. ഇനി നടക്കാൻ പോകുന്ന രംഗം ഭീകരമായ രംഗമാണ്. അത് മനുഷ്യദൃഷ്ടി കൊണ്ട് കണ്ടു നിൽക്കാൻ ഒക്കുന്നതല്ല, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ തന്നെ ഒക്കുന്നതല്ല. ദൈവം സൂര്യനോട് പറഞ്ഞു, സൂര്യ, അല്പനേരത്തേക്ക് നീ കണ്ണടച്ചേക്കൂ. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ഒരു മനുഷ്യനും കാണാവുന്നതല്ല. സൂര്യൻ കണ്ണടച്ചു, ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ആ ഇരുട്ടിന്റെ നടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരും കണ്ടില്ല, കാരണം കാണാൻ പറ്റുകയില്ലല്ലോ. എന്നാൽ ആരും കണ്ടില്ലെങ്കിലും ആ ഇരുട്ടിന്റെ നടുവിൽ നിന്ന് ഒരു വലിയ നിലവിളി പുറത്തു വരുന്നുണ്ട്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് വലിയൊരു നിലവിളി. സാധാരണ സ്ത്രീകളാണ് ഉറക്കെ കരയുന്നതെന്നൊക്കെ പറയുന്നത് അല്ലേ. പുരുഷന്മാർ വലിയ വായിൽ കരയുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ ഇത് ഒരു സ്ത്രീയല്ല, ഒരു പുരുഷന്റെ നിലവിളി, ക്രൂശിൽ നിന്ന് യേശുവിന്റെ നിലവിളിയാണ്. അവിടെ എന്താണ് നടന്നതെന്ന് ആരും കണ്ടില്ലെങ്കിലും ആ ഇരുട്ടിന്റെ നടുവിൽ നിന്ന് ഉയർന്ന ആ നിലവിളിയിൽ നിന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ നിലവിളി പറയുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ദൈവം പുത്രനെ കൈവിടുകയായിരുന്നു. കൈവിടുക എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, നിത്യകാലം നമ്മുടെ പാപം നിമിത്തം ദൈവത്താൽ നിത്യനരകത്തിൽ എന്നേക്കുമായി ദൈവത്താൽ ത്യജിക്കപ്പെടുന്ന, കൈവിടപ്പെടുന്ന ആ വേദന യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ക്രൂശ് മരണത്തിൽ സഹിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ നീതിമാനായ ദൈവം തൻ്റെ നീതിയുടെ ഖഡ്ഗം, നീതിയുടെ വാൾ എടുത്തു. മനുഷ്യവർഗത്തിന്റെ മേൽ അല്ല, നിന്റെയും എന്റെയും മേൽ, നമ്മുടെ അനേകമായ പാപങ്ങൾ നിമിത്തം വീഴേണ്ടിയ വാള് തൻ്റെ പുത്രന്റെ മേൽ വീണു. നീയും ഞാനും നിത്യകാലം അനുഭവിക്കേണ്ട ശിക്ഷയാകുന്ന ദൈവക്രോധമാകുന്ന വാള്
നമ്മുടെ മേൽ വരേണ്ടിയിരുന്നത് തൻ്റെ പുത്രന്റെ മേൽ വീണു. ആ വാൾ തൻ്റെ മേൽ വീണപ്പോൾ അവൻ നിലവിളിച്ചതാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും വിശദീകരിച്ച് തീർക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത, പ്രസംഗിച്ച് വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത അതിഭയാനകമായ ഒരു കാര്യം ക്രൂശിൽ നടന്നു. അതെന്താണെന്നറിയാമോ? നിന്റെ സകല പാപത്തിനും ദൈവം തൻ്റെ പുത്രനോട് കണക്ക് ചോദിച്ചു. താൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വന്നു. നീയാണ് മോഷ്ടിച്ചത്, പക്ഷേ അത് യേശു കർത്താവ് തിരികെ കൊടുക്കേണ്ടി വന്നു. നീയാണ് വ്യഭിചാരം ചെയ്തത്, പക്ഷേ അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വന്നു. നീയാണ് നുണ പറഞ്ഞത്, പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കേണ്ടി വന്നു. നീയാണ് ദൂഷണം പറഞ്ഞത്, നീയാണ് മോഷ്ടിച്ചത്, നീയാണ് അശുദ്ധി പ്രവർത്തിച്ചത്, നീയാണ് അശുദ്ധമായി നോക്കിയത്, അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ക്രൂശിൽ കിടന്നവൻ ഏറ്റു. നിന്റെ മേൽ വരേണ്ടിയിരുന്ന, എന്റെ മേൽ വരേണ്ടിയിരുന്ന, ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ലക്ഷക്കണക്കായ, പതിനായിരക്കണക്കായ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ യേശുക്രിസ്തുവിന്റെ മേൽ വരികയായിരുന്നു. അപ്പോഴാണ് അവൻ നിലവിളിച്ചത്, നീ എന്നെ കൈവിട്ടത് എന്ന്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കണമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ ദൂത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, മനുഷ്യന്റെ യാതൊരു ആശയവുമല്ല ഇവിടെ പറയുന്നത്. ഇത് മനുഷ്യനുണ്ടാക്കിയ ആശയമല്ലല്ലോ. ഏതെങ്കിലും മനുഷ്യൻ എങ്ങനെ ഒരു ആശയം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് ചോദിച്ചു, ന്യായാധിപൻ കുറ്റക്കാരന് വേണ്ടി ശിക്ഷിക്കപ്പെടുക എന്നൊരു ആശയം മനുഷ്യന്റെ മനസ്സിൽ വരുമോ? പ്രജകൾ കുറ്റം ചെയ്തതിന് രാജാവിനെ അടിക്കണമെന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലുമില്ലല്ലോ. എന്നാൽ ഇവിടെ രാജാവ് തന്നെ പ്രജകളുടെ ശിക്ഷയേൽക്കുകയാണ്, ന്യായാധിപൻ തന്നെ കുറ്റക്കാരന്റെ ശിക്ഷയേൽക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ ദൈവം ഒരു മാർഗമൊരുക്കി. ഇന്ന് ആര് ആ മാർഗത്തെ സ്വീകരിക്കുമോ, ആര് ആ രക്ഷകനിൽ പാപമോചനത്തിനായി ശരണപ്പെടുമോ, ആര് ആ രക്ഷകനോട് രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമോ, അവരുടെ പാപങ്ങൾ സൗജന്യമായി മോചിക്കപ്പെട്ട് അവർ ദൈവമക്കളായി തീരും. ഇതാണ് സുവിശേഷം. പ്രത്യേകിച്ച് സഭയുടെ അല്ല, പ്രത്യേക ഒരു മതത്തിന്റെ അല്ല, മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക രക്ഷാമാർഗം. ഇന്ന് രാത്രി മാനുഷികമായ ഭാഷയിൽ ദൈവാത്മാവിന്റെ സഹായത്തോടെ പറയാവുന്ന അത്രയും ശക്തിയിൽ വ്യക്തമായി ആ കാര്യം ഈ ദേശത്തോട് അറിയിച്ചിരിക്കുകയാണ്. ഈ ദേശത്ത് ഇനി ഒരു മനുഷ്യനും പാപിയായി പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. ഈ ദേശത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും കഴിഞ്ഞ കാലത്ത് മദ്യമനായിക്കൊള്ളട്ടെ, കൊലതാത്യവനായിക്കൊള്ളട്ടെ, എങ്ങനെയും ജീവിച്ചവനായിക്കൊള്ളട്ടെ, ഇനി ആരും തങ്ങളുടെ പാപത്തിൽ മരിച്ച് പാപശിക്ഷ അനുഭവിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, കർത്താവേ, ഞാനൊരു പാപി, എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് നീ ക്രൂശുമരണത്തിൽ സഹിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എൻ്റെ പാപവഴികളെ വിട്ടു തിരിഞ്ഞ് എനിക്കായി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൽ ഞാൻ ഇന്ന് രാത്രി അഭയം തേടുന്നു. അവനെ എൻ്റെ രക്ഷകനായി വിശ്വാസത്താൽ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഈ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. പാപിയായി എന്നെ രക്ഷിക്കണമേ എന്ന് നീ നിലവിളിച്ചാൽ മാത്രം മതി. ക്രൂശിലെ കള്ളൻ അങ്ങനെ നിലവിളിച്ചു. അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിലിരിക്കും. 3 ലളിതമായ പടികൾ. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുക, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് എൻ്റെ ശിക്ഷയാണ് യേശു കർത്താവ് ക്രൂശിൽ അനുഭവിച്ചതെന്ന് വിശ്വാസത്താൽ അംഗീകരിക്കുക. 3, ആ കർത്താവിൻ്റെ രക്ഷകന്റെ അടുക്കലേക്ക് തിരിഞ്ഞ് എന്നെ രക്ഷിക്കണം, നീയാണ് രക്ഷകൻ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷയ്ക്കായി നിന്നെ ഞാൻ അംഗീകരിക്കുന്നുവെന്ന് കർത്താവിനോട് പറയുക. നിന്റെ ഹൃദയം നീ തുറന്നു കൊടുക്കുക. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ഒരിക്കലും ഇനി ന്യായവിധിയിലാകയില്ല. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അനേകർ ആ അനുഭവം കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളവരാണ്. നിങ്ങളുടെ ജാതിയോ മതമോ സഭയോ ഏത് തന്നെ ആയിരുന്നാലും ഈ വലിയ ചോദ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ഈ ലോകത്തിൽ നിങ്ങൾ മാറ്റപ്പെട്ടാൽ പാപങ്ങൾ മോചിക്കപ്പെട്ടവരുടെ അടുത്തേക്കായിരിക്കുമോ, അതോ പാപങ്ങളിൽ മരിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ നിങ്ങൾ? ഇന്ന് രാത്രി യേശു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കേൾക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. നീതിമാൻ
നീതിമാൻ വിശുദ്ധനുമായ ദൈവമേ, ഞാൻ പാപി, ഞാൻ നിന്റെ ശിക്ഷ അർഹിക്കുന്നവൻ. എന്നാൽ എന്റെ ശിക്ഷ എനിക്ക് പകരം അനുഭവിച്ച യേശുക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. അവനാണ് എന്റെ രക്ഷകനെന്ന് ഇന്ന് രാത്രി ഞാൻ അംഗീകരിക്കുന്നുവെന്ന് വിശ്വാസത്താൽ നീ പറയുമെങ്കിൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടും. നീ ദൈവവേദലായിത്തീരും. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക്, പാപമോചനത്തിൻ്റെ അനുഭവത്തിലേക്ക്, ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന അനുഭവത്തിലേക്ക് ഈ ദേശത്തെ എല്ലാ മാന്യ കേൾവിക്കാരെയും ക്ഷണിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഈ സന്ദേശം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.